നമസ്കാരം. വലിയ ഒരു അത്യാഹിതം ഒഴിഞ്ഞുപോയി. നമ്മുടെ ദേശീയപാതയിൽ മൈലക്കാട് വയൽ ഭാഗത്താണ് ഇത് ഇടിഞ്ഞു താന്ന് ഈ റോഡ് താഴോട്ട് പോയിരിക്കുന്നത്. വളരെ വലിയ അപകടം. തലനാരിഴയ്ക്ക് ഒരു സ്കൂൾ ബസ്സൊക്കെ ഇതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ആറുവരിപ്പാത നിർമ്മാണത്തിനിടെ ഹൈവേകൾ ഇങ്ങനെ പലയിടത്തും പൊളിഞ്ഞു വീഴുന്ന സംഭവം ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. വയലുകളും ചതുപ്പുമുള്ള പ്രദേശത്ത് അതിൻ്റേതായ രീതിയിലുള്ള സംരക്ഷണ ഭിത്തി കെട്ടാത്തതാണ് ഇതിന് കാരണം. പോലീസൊക്കെ ഇവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട്. ആൾക്കാരെ ഒന്നും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. രണ്ട് സൈഡും കയറ് കെട്ടി ജനങ്ങളെയും യാത്രയും ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ട്. വൻപിച്ച ജനാവലിയും ഈ ഒരു സംഭവം കാണുന്നതിന് വേണ്ടി വലിയ ജനാവലിയും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ വലിയൊരു അപകടമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആരും ദാരുണമായ മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒരു സ്കൂൾ ബസ് കിടക്കുന്നത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ഒരു സ്കൂൾ ബസ്സും കാറുകളുമൊക്കെ ഈ വന്ന വഴി വരുമ്പോഴാണ് ഈ ഒരു സംഭവം. ഇത് ഭൂമികുലുക്കമുണ്ടായി കുലുങ്ങി തന്ന രീതിയിലാണിത് കാണാൻ സാധിക്കുന്നത്. റോഡെല്ലാം വിണ്ട് കീറി ഈ വയലിൻ്റെ കരയിലുള്ള ഈ ഭാഗം മൊത്തത്തിൽ കുടുങ്ങി താഴുകയും അതിനോടനുബന്ധിച്ച് ഇവിടെ കെട്ടിയിരുന്ന ഈ ഹൈവേയുടെ ഭാഗം പൂർണ്ണമായും താഴേക്ക് വീഴുകയും ചെയ്തിരിക്കുന്നു. സംഭവം നടക്കുമ്പോൾ ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന സ്കൂൾ വണ്ടിയിൽ 35ഓളം കുട്ടികളുണ്ടായിരുന്നു എന്നും ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഇവരെ വളരെ ഭാഗ്യമെന്ന് തന്നെ കരുതണം ഇവരൊക്കെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു വലിയൊരു അത്യാഹിതത്തിന് കൊല്ലം സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. ഓടി ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ വന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ടെങ്കിൽ ലെഫ്റ്റിലോട്ടങ്ങ് ഒതുക്കി മാക്സിമം. പിന്നെ ഒതുക്കാതെ പിന്നെ വയലാ. അല്ലെ സ്ഥലം ഉണ്ടായി പിന്നെ താഴോട്ടങ്ങ് ഒതുക്കായിരുന്നു. അവിടെ വരെ വണ്ടി പോകത്തുള്ളൂ. വലിയ ഭയമുണ്ടായി. ഭയം പേടിച്ച്. കാരണം കുട്ടികളെ ഇറക്കിയിട്ട് അവിടെ അടുത്തങ്ങ് വീടില്ല. 36 കുട്ടികളുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. പുള്ളിയുടെ സമയോചിതയും ഇടപെടലും ആയയുടെ സമയോചിതയും ഇടപെടലും കൊണ്ടാണ് ഈ സൈഡിലോട്ട് ഇറക്കാൻ പറഞ്ഞത്. ഈ സ്ഥലത്ത് ആദ്യം എത്തുന്നത് ഞാനാണ്. ഞാൻ സമീപത്തൊരു വ്യാപാരിയാണ്. ഇത് അടുത്തൊക്കെ വലിയ സൗണ്ട് ഉണ്ടായില്ല. പെട്ടെന്ന് ഇവിടെ അപകടം നടന്നു എന്നൊരു വാർത്ത വന്നതുകൊണ്ട് പെട്ടെന്ന് ഓടി റെസ്ക്യൂവിനായിട്ട് എത്തിയതാണ്. ഈ സംഭവം നടക്കുന്ന സ്ഥലം വയലുകൾ നിറഞ്ഞതാണ്. വയലുകളും അതുപോലെ തന്നെ തോടുകളും ഈ ഇതിലേക്കൂടെ ഒഴുകി പോകുന്നുണ്ട്. ആ സ്ലാബും അതിനോടനുബന്ധിച്ചുള്ള റോഡുകളുമാണ് കുടുങ്ങി താന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ നോക്കുക. ഇവിടെ എന്തുമാത്രം ശ്രദ്ധയില്ലാതെയാണ് ഇവിടെ റോഡ് പണി നടന്നിരിക്കുന്നത്. ഇവിടെ കുടുങ്ങിത്താഴലും അതുപോലെ തന്നെ പൊട്ടിപ്പൊളിയാനും ഒക്കെ വളരെ സാധ്യതയുള്ള ഏരിയയാണെന്ന് ഇവിടുത്തെ സാധാരണ ബംഗാളികൾക്ക് പോലും മനസ്സിലാവും. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ എഞ്ചിനീയർമാർ ഇത്തരത്തിൽ ഒരു സംരക്ഷണ ഭിത്തികളോ അല്ലെങ്കിൽ അതിനുള്ള കരുതലുകളോ ഒന്നുമില്ലാതെ ഈ റോഡ് പണികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പലയിടത്തും ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതുവഴി സർവീസ് റോഡ് വഴി താഴെക്കൂടെ പോകുന്നവർ എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി വീട്ടിലെത്തിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള ബന്ധം കരുതാൻ. ഇനി ഹൈവേ അധികാരികളും കോൺട്രാക്ടറും മറ്റുമൊക്കെ വിചിത്രമായ വാദമുഖങ്ങളുമായി ഇപ്പോൾ ഉടനെ രംഗത്ത് വരും. നമ്മുടെ പെരുമണിൽ തീവണ്ടി ദുരന്തമുണ്ടായപ്പോൾ ടൊർണാഡോ ചുഴലിക്കാറ്റാണ് എന്ന് പറഞ്ഞ അധികാരികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിനുള്ള ന്യായീകരണങ്ങൾ എന്താണെന്ന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പലരിൽ നിന്നും കേട്ട് അന്താളിച്ച് നിൽക്കാനുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ഈ വണ്ടികളൊക്കെ കിടക്കുന്ന ഒരു കാഴ്ച കാണുക. ഇതിൽ വന്ന യാത്രക്കാർ എന്തുമാത്രം ഭയപ്പെട്ട് കാണും. ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ വന്നവരായിരിക്കും ഈ വാഹനത്തിലുണ്ടാവുന്നത്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തുമാത്രം ഭയാനകമാണ് എന്ന് നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പാൻകുടിയുള്ള പൈപ്പ് പൊട്ടിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വിശദമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ അതെ ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ഇതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ. തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം ഈ പില്ലറിൽ വന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത്തരം സൈഡ് വാൾ കെട്ടാതെ ഇത് മറ്റു മാർഗങ്ങൾ അവലംബിക്കണമെന്ന് പില്ലറിൽ പണിയണമെന്നൊക്കെ ഒരാവശ്യം കിട്ടില്ല എന്നുള്ളതാണ്. അത് തുടക്കം മുതൽ തന്നെ നമ്മൾ കേരളത്തിൽ ഈ പൊതു ആവശ്യം വന്നതാണ്. എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒരുപാടാവുമെന്ന് പറഞ്ഞിട്ട് NHAI കമ്മിറ്റി ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് പില്ലർ തന്നെ ചെയ്തു പോകണമെന്നുണ്ട്. വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാരിപ്പള്ളി ഭാഗത്തുനിന്ന് ഒരു തീരദേശം വഴി രണ്ടാമതൊരു ഡൈവേർഷൻ കൊടുക്കുന്നു.
എന്തായാലും അടുത്ത സമയത്തൊന്നും ഇതുവഴി ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കും എന്ന് കരുതാൻ കഴിയില്ല. എന്തായാലും ഇലക്ഷൻ ഇങ്ങ് അടുത്തു വന്നു. ഇത് ഒരു പ്രചരണ തന്ത്രമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരവസരം കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ 6 വരി പാതയുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള തുകകൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചില്ല എന്നതിൽ നിന്നും മനസ്സിലാക്കാം. ഹൈവേ നിർമ്മാണാവസ്ഥയിൽ തന്നെ ഇത്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഒരു 6 വരി പാതകൾക്ക് പലയിടത്തും ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകും എന്ന് കരുതാം. എന്തായാലും വിലപ്പെട്ട ജീവനുകൾ ഈ ഹൈവേകളിൽ പൊലിയാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.